വാക്കാക്കുന്ന ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളും നമ്മൾ ഓരോരുത്തരും എന്താണ് നാം ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്, വിലയിരുത്തേണ്ടതുണ്ട്. നമ്മെ തന്നെ മുറിച്ചു നൽകുക എന്നുള്ളതാണ്. ബലിവസ്തുവും ബലിയർപ്പകനും ഒന്നായിത്തീരുന്ന ആ ഒരു ബലിയിലേക്കാണ് നാം ഓരോരുത്തരും ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത്. നാം ഓരോരുത്തരും ഈ പാതയിലൂടെ മുന്നോട്ട് പോകാനുള്ളവരാണ് എന്നുള്ളത് കൊണ്ട് ആ ബലിക്കു മധ്യേ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന വലിയൊരു ദാനമുണ്ട്. അതാണ് കുർബാനയുടെ സ്ത്രീ. പരിശുദ്ധ അമ്മയെ നമുക്ക് കിട്ടിയത് എവിടെ വെച്ചെങ്കിലും ആൾക്കൂട്ടത്തിൽ വെച്ച് പിടിച്ചു തരുകയായിരുന്നില്ല, നിനക്കിഴിക്കട്ടെ ഒരു മാതൃക എന്ന് പറഞ്ഞ്, മറിച്ച് കുർബാനയുടെ മധ്യേ നമുക്ക് നൽകപ്പെട്ടതാണ് പരിശുദ്ധ അമ്മ. അവിടെ വേദനത്തെ മുതൽ, തന്റെ ഉദരത്തിൽ ഉരുവായത് മുതൽ, യേശു മാംസം ധരിച്ചത് മുതൽ ആ ബലി പൂർത്തിയാക്കുന്നത് വരെയും യേശുവിനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ബലി ജീവിതം നയിച്ച പരിശുദ്ധയമ്മ മനോഹരമായ മാതൃകയാണ്. യോഹന്നാന് നൽകിയിരിക്കുന്ന, യോഹന്നാനോട് ചേർത്ത് നിർത്തിയിരിക്കുന്ന പരിശുദ്ധയമ്മ എന്റെയും നിങ്ങളുടെയും അവകാശമാണ്. ഈ അമ്മ നമുക്ക് ലഭിച്ചിട്ടില്ലാത്ത, ഗ്രഹിക്കാൻ സാധിക്കാതിരിക്കുന്ന സ്വർഗീയ രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തിട്ട് ആ അമ്മ നമുക്ക് നിരന്തരമായ സംരക്ഷണമായിരിക്കും. ആ അമ്മ ബലിജീവിതത്തിന് മനോഹരമായ മാതൃകയാകും. യോഹന്നാൻ അമ്മയെയും കൂട്ടിക്കൊണ്ടുപോയി സ്വന്തം ഭവനത്തിൽ പാർത്തു. ബാക്കിയുള്ളവരൊക്കെ സുവിശേഷ വേലയ്ക്ക് പിന്നീട് പോയപ്പോഴും യോഹന്നാൻ മാത്രം യെരൂശലേമിൽ താമസിച്ചു. അമ്മ മരിക്കുന്നത് വരെയും അമ്മയോട് ചേർന്നിരുന്നു കൊണ്ട് വചനം ധ്യാനിച്ചു. അപ്പോൾ എന്ത് കിട്ടി? മറ്റ് സുവിശേഷകന്മാരിൽ നിന്നും ഉപരിയായി യോഹന്നാന്റെ സുവിശേഷത്തിന് ആഴം കണ്ടെത്താൻ സാധിച്ചു. നരകസർപ്പത്തിന്റെ തടയത്ത കർത്ത പരിശുദ്ധ അമ്മയോടൊപ്പം കടന്നു വരുന്ന ഒരു പുരോഹിതനെ കണ്ട് സാത്താൻ ഇന്ന് ഉറകൊള്ളുമെന്നതിൽ യാതൊരു സംശയമില്ല. ഈ ഒരു പോരാട്ടത്തിൽ മുന്നണി പടയാളികളായി മാറാൻ ഒരു തലമുറയുടെ ഈ പടയോട്ടത്തിൽ നേതൃത്വം നൽകാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന അടുത്തൊരു 50 വർഷത്തിലേറെ നമ്മുടെ സഭാ ശുശ്രൂഷകൾ വ്യാപരിക്കാനും ദൈവജനത്തിന് സ്വർഗീയമായ വെളിപാടുകൾ നൽകാനും ഈ ബലിവേലി സജീവമാക്കി സൂക്ഷിക്കാനും ഈ പ്രിയപ്പെട്ടവർ അഭിഷേകം ചെയ്യപ്പെടുമ്പോൾ അവരെ ഓർത്ത് ദൈവത്തിനെന്ന് പറയാം. ഈ അഭിഷേകം എന്നും നിലനിൽക്കാനും ആ അഭിഷേകം ആഴപ്പെടാനും ജീവിക്കുന്ന പുരോഹിതനായ ക്രിസ്തു ഇന്ന് നമ്മുടെ മധ്യേ ജീവിക്കുന്നത് കണ്ട് ആനന്ദിക്കാനും അതിന്റെ സത്ഫലം അനുഭവിക്കാനും നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്ന് നാം പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. നല്ല ഉന്നതിയും എല്ലാ നേരത്തും ഇടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങളെ സൃഷ്ടിച്ച് ഉണ്മയിലേക്ക് നയിച്ച ഉന്നതനും ശ്രേഷ്ഠനും പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് വിലയേറിയ രക്തത്താൽ ഞങ്ങളെ ഉദ്ധരിച്ച് ഉത്തരസ്ഥാനത്തെ ഉയർത്തിയ പ്രധാനാചാര്യനുമായ കർത്താവിനെ സ്തുതി. ദൈവികമായ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും പലവരും നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും അവന് യോഗ്യമാകുന്നു. ബഹുലഹുന്യമോ സോദഹായേ ലവൽമീ. പുണ്യത്തിന്റെ മുമ്പാകെ ദിവ്യവും സ്വർഗീയമായ ശ്രേഷ്ഠങ്ങൾ മുമ്പാകെ വർദ്ധിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. പാപപരിഹാരം ചെയ്യുന്നവനും വെടുപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, എന്റെ സ്നേഹാർദ്രതയാൽ എന്റെ അസംഖ്യ പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ജനം മുഴുവന്റെയും പാപങ്ങളും മായിച്ച് ഉത്തമനെ
ചെയ്യണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവം ഞങ്ങളെ നീ ഓർമ്മിച്ചുകൊള്ളണമേ. എന്റെ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധിയും മഹത്വമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ മരിച്ചുപോയവരുടെയും ആത്മാക്കളെ നിന്റെ കാരുണ്യത്താൽ നീ ഓർമ്മിക്കണമേ. അവരുടെ ആത്മാക്കളെയും ദേഹികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കാരുണ്യത്തിന്റെയും ആർദ്രതയുടെയും പനിമഞ്ഞ് അവരുടെ അസ്ഥികളിൽ തളിക്കണമേ. മഹത്വത്തിന്റെ നാഥനുമായ മിശിഹാരാജാവേ, ഞങ്ങൾക്കും അവർക്ക് നീ പാപപരിഹാരവും പാപപരിഹാരവുമാകണമേ. എന്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരളി ഞങ്ങളുടെ സഹായത്തിന് എഴുന്നള്ളണമേ. ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ പല കഠിന ശിക്ഷകളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപത്തിന്റെ ദണ്ഡനങ്ങൾ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. നിന്റെ ദൈവത്വത്തിന് യോഗ്യവും നിനക്ക് പ്രീതികരവുമായ ക്രൈസ്തവ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. സമാധാന പ്രിയർക്കുള്ള നല്ല അന്ത്യത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്ക് ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. സ്വന്താട്ടിൻ കൂട്ടത്തിന് വേണ്ടി ബലിവസ്തുവായി തീർന്ന ഉത്തമയുടെയിനെ നിനക്ക് സ്തുതി. ഭൂമിയിൽ നിന്നെ മൊഴിയായി ഞങ്ങളെ നിന്റെ ദൈവീക രഹസ്യങ്ങളുടെ നിവാസ സ്ഥലത്ത് പ്രവേശിക്കുവാൻ കരുണാപൂർവം നീ അർഹരാക്കി. നിന്റെ ശ്രേഷ്ഠതയുടെ മഹാവിശുദ്ധമായ സമഹോന്നതങ്ങളിലേക്ക് ഞങ്ങളെ ഉയർത്തുകയും നിന്നെ സ്തുതിക്കുന്നവരായ ക്രോപേന്മാരുടെയും പരിശുദ്ധനെന്ന് നിന്നെ കീർത്തിക്കുന്ന ക്രോപേന്മാരുടെയും ഗണത്തിൽ ഞങ്ങളെ ചേർക്കുകയും ചെയ്തതിനാൽ ദൈവമായ കർത്താവേ, നിനക്ക് ഞങ്ങൾ സ്തോത്രമർപ്പിക്കുന്നു. അന്തിമയമായ ഈ സ്ഥലത്ത് അഗ്നിജാതിയുടെ സിംഹാസനത്തിൽ മുൻപാകെ നിന്നുകൊണ്ട് നിന്റെ ജനത്തിനു വേണ്ടി പാപപരിഹാരവും സൃഷ്ടിക്ക് മുഴുവനും വേണ്ടി മോചനവും ഞാൻ അപേക്ഷിക്കുന്നു. ആവശ്യക്കാരുടെ മുമ്പിൽ സമർത്ഥമായ നിന്റെ ഭണ്ഡാരം തുറന്ന് നിന്റെ ഇടവകളിലെ ആടുകളിൽ നിന്റെ നന്മകൾ വർഷിക്കണമേ. കടക്കാരുടെ കടപത്രം കീറിക്കളയണമേ. പാപികളുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെ തെറ്റുകൾ നീ പരിപൂർണമായി വിസ്മരിക്കണമേ. തെറ്റിപ്പോയവർ നീ മുഖാന്തരം തിരിച്ചു വന്ന് സമ്മേളിക്കുവാനിടയാക്കണമേ. കർത്താവേ, നിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്ന ഈ വിശുദ്ധ ബലിയെ ഞങ്ങൾ സമീപിക്കുന്നു. ഞങ്ങൾ അർപ്പിക്കുന്ന ഈ കാഴ്ചകളിൽ നിന്റെ പരിശുദ്ധ റൂഹ പ്രസാദിക്കണമേ. അവൻ ഇറങ്ങി വന്ന് ഇതിനെ ശുദ്ധീകരിക്കണമേ. ആശ്രമങ്ങളിൽ നിന്ന് ഞങ്ങളെ വിമുക്തരാക്കി അനശ്വരവസ്ത്രം ഞങ്ങളെ ധരിപ്പിക്കുകയും നിന്റെ രാജ്യത്തിലെ ആനന്ദത്തിന് ഞങ്ങളെ അർഹരാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. ദൈവത്തിൽ നിന്ന്
സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധ സഭയുടെ മക്കളും വിശ്വാസികളുമായ സകലപരേതരുടെയും ആത്മാക്കളും എന്നുമെന്നേക്കും രണ്ട് ലോകങ്ങളിലും മനസ്സിലുള്ളൂ. ഘോഷിക്കപ്പെടുന്നു. നാം എല്ലാവരും ഭക്തിയായി ഏറ്റുചൊല്ലണം. സർവശക്തിയുള്ള പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും ആകാശത്തിന്റെയും നാശനാശിനിയുമായ ഫലത്തിന്റെയും കർത്താവുമായ പ്രത്യേകതയുടെ ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്കും മുമ്പിൽ പിതാവ് യഥാർത്ഥത്തിൽ പ്രകാശവും ദൈവത്തിന്റെ സത്യവും ഏറ്റവും കൃത്യാധാരവും സരാസമുള്ളവരും സർവശക്തിക്കും ഹേതുവായവരും മനുഷ്യരായ കണ്ടെത്തുന്നവരെ രക്ഷിക്കുമേ. വിശുദ്ധ ദൈവമാതാവായ വിശുദ്ധ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ഘോഷിക്കപ്പെട്ട് കഷ്ടതയനുഭവിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ജീവനോടെ പരിശോധനയെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും